എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക്, പ്രത്യേകിച്ചും എഴുത്ത് പരീക്ഷകളിൽ, യൂണിവേഴ്സിറ്റി, കോളേജ് അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ എഴുത്ത് പരീക്ഷകൾ എഴുതുമ്പോൾ ഒരുപാട് പേജുകളിൽ എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ 2 മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും, ചിലപ്പോൾ 3 മണിക്കൂറിൻ്റെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പേപ്പറുകൾ എഴുതാനുണ്ട്. സഹായിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് അനുയോജ്യമായിട്ടുള്ള മഷി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. സാധാരണയായി നമുക്കറിയാം നീലമഷി അല്ലെങ്കിൽ കറുപ്പ് മഷി. ഈ 2 ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് വെച്ചാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. അതായത് നീലമഷി കൊണ്ട് എഴുതുമ്പോൾ അത് എഴുതുന്ന ആ വിദ്യാർത്ഥിക്ക് കൂടുതൽ നേരം എഴുതുമ്പോഴും അവൻ്റെ മനസ്സിനെ അത് ഉത്തേജിപ്പിക്കും. കാരണം നീല നിറം എന്ന് പറഞ്ഞാൽ ശാന്തതയുടെ നിറമാണ്. അതിനൊരു സൈക്കോളജി ഉണ്ട്. കാരണം നാം ഒരു സമുദ്രം കാണുമ്പോൾ നീല സമുദ്രം കാണുന്നു, അല്ലെങ്കിൽ മേളിലേക്ക് നോക്കിയാൽ നീല ആകാശം കാണുന്നു. ഇങ്ങനെ പ്രകൃതിയുടെ ജീവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നീല നിറമാണ് മനസ്സിൽ വരിക. മാത്രമല്ല സൈക്കോളജി പറയുന്നത് 40% മുതൽ 50% വരെ ആൾക്കാരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിറം, അതിന് ആണും പെണ്ണും അങ്ങനെ വേർതിരിവൊന്നുമില്ല, ഇരു കൂട്ടരും ഇഷ്ടപ്പെടുന്ന നിറം നീലയാണ്. ബാക്കി എല്ലാ കളറും കൂടെ കൂട്ടിയാലും അത് ഒരു 50% അല്ലെങ്കിൽ അത്രയൊക്കെ വരുന്നുള്ളൂ. ഇവിടെ അധ്യാപകർ ഒരു ദിവസം മൂല്യനിർണ്ണയം നടത്തുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ദിവസം 25 ആൻസർ ഷീറ്റ് ആയിരിക്കും നോക്കുക, ചിലപ്പോൾ 50 ആയിരിക്കാം, ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കാം. അങ്ങനെ ഒരുപാട് പേജുകൾ ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ അവരുടെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന നിറമാണ് ഈ കറുപ്പ് നിറം. കറുപ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡാർക്ക് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫീലാണ് നമുക്കുണ്ടാകുന്നത്. കറുപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആനന്ദമൊന്നും അങ്ങനെ തോന്നത്തില്ല. അതായത് മനസ്സിന് ഒരു സ്ട്രെസ്സാണ് കറുപ്പ് കൊടുക്കുക. അതുകൊണ്ടാണ് മരണത്തിൻ്റെ നിറം കറുപ്പ്, അല്ലെങ്കിൽ ശിക്ഷയുടെ പണിഷ്മെൻറ്റിൻ്റെ നിറം കറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള. അതുപോലെ ഇരുട്ടെന്ന് പറഞ്ഞാൽ, അന്ധകാരം എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അതായത് അറിവില്ലായ്മയുടെ നിറം കറുപ്പ്. അങ്ങനെ വരുമ്പോൾ കറുപ്പ് മഷി ഉപയോഗിച്ച് എഴുതിയ കുട്ടിയുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ അധ്യാപകന് ഒരു മടുപ്പ് തോന്നുന്നു, ഒരു വിരസത തോന്നുന്നു, മനസ്സിനൊരു ശാന്ത സ്വഭാവം മാറുന്നു. അതായത് ഒരു അല്പമെങ്കിലും അവർക്ക് മൂഡ് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അതേസമയം നീലയായിട്ട് എഴുതിയിട്ടുള്ള തുടർച്ചയായ പേപ്പറുകൾ നോക്കുമ്പോൾ അധ്യാപകനൊരു ശാന്തത ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതൽ മാർക്ക് വിടാനായിട്ട് അവിടെ ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബുക്കിൽ ഈ വിദ്യാർത്ഥി ഈ നീലമഷി കൊണ്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ കൂടുതൽ നേരം പഠിക്കാനും ഒരു ബുദ്ധിക്ക് ഉണർവ് കൊടുക്കാനും ഒരു മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാനും ഈ നീല മഷിക്ക് കഴിവുണ്ട്. കൂടുതൽ ഓർമ്മശക്തിയെ അത് ഉത്തേജിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ വാല്യുവേഷൻ ഇടയ്ക്ക് ഈ റെഡ് ഇങ്ക് കൊണ്ടാണ് ടീച്ചേഴ്സ് മാർക്ക് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഈ റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ നീലമഷി കൊണ്ട് എഴുതിയ ആ പേജിൽ ഈ റെഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് നിൽക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കും, വേറിട്ട് നിൽക്കും. അപ്പോൾ എന്താ ഗുണം? അവർക്കത് നോട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമുണ്ട്. അതേസമയം കറുപ്പിൽ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ അത് വേർതിരിച്ചറിയാൻ മറ്റതിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല വെള്ളയിൽ നീല കൊണ്ട് എഴുതി കഴിഞ്ഞാൽ വളരെ വ്യക്തത കൂടുതലായിരിക്കും. അതേസമയത്ത് വെള്ളയിൽ കറുപ്പ് കൊണ്ട് എഴുതിയാലോ വായിക്കുന്ന അധ്യാപകർക്ക് കണ്ണിന് അരോചകമായിരിക്കും. അതുതന്നെയല്ല, നല്ലപോലെ വ്യക്തതയില്ല. അപ്പോൾ ഈ നീല നിറത്തിൽ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കൂടാനായിട്ടുള്ള ഒരു സൈക്കോളജി ഉണ്ട്. നീല നിറം നിങ്ങളെ ശാന്തമായിട്ടും ബുദ്ധിയുടെ ഉണർവിനും ഓർമ്മശക്തിക്കും കാര്യശേഷിക്കുമെല്ലാം കുറച്ചെങ്കിലും ബ്ലാക്കിനേക്കാളും സഹായിക്കും.